പ്രതീക്ഷകളും പ്രത്യാശകളുമായിട്ടൊരു പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി ഇതാ ലോകം മുഴുവൻ തയ്യാറായി കഴിഞ്ഞു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമ്മളെല്ലാവരും ആ ഒരു മൂഡിലേക്ക് ആകാനും പോവാണ്. ജീവിതത്തെ ഇതാ കളർഫുൾ ആക്കുന്ന, ജീവിതത്തെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസുമായിട്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് RG Media 360 പ്രസന്റിംഗ് YXO കേരള. അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള മൊമെന്റ്സ് ഞങ്ങളുടെ ഈ ഒരു വേദിയിൽ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ചെറിയ പ്രത്യേകത ഉണ്ട് കേട്ടോ. വേറൊന്നുമല്ല, പ്രത്യേകത എന്താണെന്ന് നമുക്ക് ഈ രണ്ട് ടീമിനെ ഒരുമിച്ച് നമുക്ക് വിളിച്ചാൽ അത് അറിയാൻ പറ്റും. അപ്പോൾ രണ്ട് ടീമിനെയും കൂടെ ഞാൻ ഒരുമിച്ചൊന്ന് വിളിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് YXOയിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഈ ഒരു വേദിയിൽ എത്താൻ പോകുന്നത്. O ടീമിനെയും Y ടീമിനെയും റെപ്രസെൻ്റ് ചെയ്ത് എത്താൻ പോകുന്നത് എല്ലാം തന്നെ പുരുഷ കേസരികളാണ്. സോ വെൽക്കം ദ ടീം O and Y. എനിക്ക് ഭയങ്കര രസം തോന്നുന്നു. കാരണം ഇത്രയും എപ്പിസോഡ്സ് നമ്മൾ ചെയ്തു. ഇറ്റ്സ് മോർ ദാൻ ലൈക്ക് 13-14 എപ്പിസോഡ്സ് വി ഹാവ് ഡൺ. പക്ഷെ ആദ്യമായിട്ടാണ് ഈ ഒരു ഫ്ലോറിൽ ഞാൻ മാത്രമായിട്ടൊരു ഏക പെൺ തരിയായിട്ട് ഇവിടെ നിൽക്കാൻ പോകുന്നത്. കാരണം അങ്ങോട്ട് നോക്കിയാൽ എങ്ങോട്ട് നോക്കണം എന്ന് എനിക്കൊരു കൺഫ്യൂഷൻ പോലെ. 3 പേരും പയ്യന്മാർ ഇവിടെയാണെങ്കിൽ അതിനേക്കാൾ എനർജിയിൽ നിൽക്കുന്ന, വൈബ് അടിച്ച് നിൽക്കുന്ന 3 ചേട്ടന്മാരും. 3 men versus 3 boys ആണ്. അപ്പം പുരുഷന്മാർ കൊണ്ടുപോവോ ഞങ്ങളുടെ ആൺമക്കൾ കൊണ്ടുപോവോ എന്ന് നമുക്ക് ഈ ഗെയിം എല്ലാം കഴിയുമ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത്. പക്ഷെ ഭയങ്കര രസമാണ് ഈ സോൾട്ട് ആൻഡ് പെപ്പർ. നിങ്ങൾ 3 പേരും പറഞ്ഞിട്ടാണോ ഈ സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലുള്ള 3 പേര് എന്നെ ഒരുമിച്ച് എത്തിയത്? പിന്നെ ഇന്നലെ രാത്രി തന്നെ ഞങ്ങൾ സെറ്റ് ആയിരുന്നു നിങ്ങൾ. ഓക്കെ, എന്താണ് ഡൈ അടിക്കാത്തതിന്റെ രഹസ്യം എന്താണ്? അതല്ലേ നാച്ചുറൽ ബ്യൂട്ടി അല്ലേ? ആണ്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല അജിത്തിനെ കാണാനായിട്ട്. കാരണം ഭയങ്കര രസമാണ്. അപ്പൊ നമുക്ക് ഒഫീഷ്യലി നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. സാറിന്റെ പേരും? എന്റെ പേര് ഹരി നമ്പൂതിരി. ഒരു ചീഫ് ഹാപ്പിനെസ് ഓഫീസർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ചീഫ് ഹാപ്പിനെസ് ഓഫീസർ. സന്തോഷം തരിക, തദ്വാര സ്വയം സന്തോഷം കണ്ടെത്തുക. അടിപൊളി. ഞാൻ അമേരിക്കയിൽ താമസിക്കുന്നു. അമേരിക്കയിൽ എവിടെയും? ടെക്സസിലാണ്. ടെക്സസ്? വേർ ഇൻ ടെക്സസ്? ടെക്സസിലെ മെക്കാലൻ എന്ന് പറയുന്ന ഇത് മെക്സിക്കൻ ബോർഡറാണ്. ഓക്കെ. 5 സുന്ദരികൾ ഞാനുമായിട്ടാണ് കഴിയുന്നത്. ആരൊക്കെയാണ് 5 സുന്ദരികൾ? ആര്യ, സൂര്യ, ഭാര്യ, അങ്ങനെ 3 പേര്. പിന്നെ വീണ, വർഷ. ആര്യ, സൂര്യ ആരാണ്? മൂത്ത മോൾ ആര്യ, രണ്ടാമത്തെ ആള് സൂര്യ, പിന്നെ ഭാര്യ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അച്ഛൻ്റെ വിളി, ആൺകുട്ടികൾ വേണ്ടേ മോന്? വേണം. അങ്ങനെ ഇരട്ട പെൺകുട്ടികൾ, വീണ, വർഷ. അതോടുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചി കട ക്ലോസ് ചെയ്തു. തൽക്കാലം ഫാക്ടറി പൂട്ടി. ഇനി ശരിയാവില്ല, പ്രൊഡക്ഷൻ കമ്പനി ഇനി ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് 30 വർഷമായി ഞാൻ അവിടെയാണ് ടെക്സസ്. ഞങ്ങൾ ഷുഗർലാൻഡ് ഞങ്ങൾ പ്രോഗ്രാമിന് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഓക്കെ, വെരി നൈസ്. അപ്പൊ ബാക്കി എന്താണ്? അമേരിക്കയാണോ ഇഷ്ടം, കേരളമാണോ ഇഷ്ടം? രണ്ടിനും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. നമ്മളൊരു കൺവീനിയന്റ് ലൈഫ് എന്ന് പറയുന്നത് അമേരിക്ക തന്നെയാണ്. കൺവീനിയന്റ് ലൈഫ് അമേരിക്കയിലാണെന്നാണ് പറയുന്നത്. എന്താണ് സാറേ കേരളത്തിൽ കൺവീനിയൻസിന് കുറവ് സാറിന് എവിടെയാണ് തോന്നുന്നത്? അല്ല, കുറവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശമാണെന്ന് മാത്രമല്ല, നമ്മൾ ഈ വഴി പോകുമ്പോൾ ഈ മാലിന്യ കൂമ്പാരങ്ങൾ കാണുമ്പോൾ ഒരു വിഷമം വരും. ഓക്കെ. അപ്പം അതിനൊക്കെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമുണ്ട്. എന്നാൽ അമേരിക്കയിൽ സാറിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്തായിരിക്കും? ഇഷ്ടമില്ല എന്ന് പറയാൻ, ഒരു എവിടൊക്കെയാണെങ്കിലും നമ്മൾ വരുത്തരാണല്ലോ, വി ആർ ഇമിഗ്രന്റ്. അപ്പൊ ആ ഇമിഗ്രന്റിന്റെ ഒരു വിഷമമുണ്ട്. ഫുഡിന്റെ കാര്യത്തിൽ സാറിന് അമേരിക്കയാണോ കേരളമാണോ ഇഷ്ടം? ഞാൻ കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണ്. കംപ്ലീറ്റ് വെജിറ്റേറിയൻ ആണ്. ഫാമിലി മൊത്തം വെജിറ്റേറിയൻ ആണ്. 2 കുട്ടികൾ വീഗനുമാണ്. അതെ. വീഗൻ എന്ന് പറഞ്ഞാൽ അറിയോ എന്താണ് വീഗനിസം? വീഗൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നല്ല ഐഡിയ ഉണ്ടോ നോക്കട്ടെ? നമ്മൾ ചോദിച്ചാൽ നമ്മളെങ്ങനെ പറയും? നമ്മൾ ചോദിച്ചാൽ നമ്മളെങ്ങനെ പറയും? നീ വീഗൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഭീകരരോ? 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 ഭീകരല്ല, വീഗൻ. VEGAN. എനിക്കറിഞ്ഞൂടാ. നിനക്കറിയത്തില്ല? നിനക്കറിയുന്ന ഒരു ഫുഡ് പറഞ്ഞേ, നിനക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം പറഞ്ഞേ. ബിരിയാണി. ബിരിയാണി വിട്ടു ഒരു കളിയില്ല പിള്ളേർക്ക്. ഓക്കെ. ഇപ്പൊ വീഗനിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാൽ ഉൽപ്പന്നങ്ങൾ, അതായത് മൃഗങ്ങളെ ഉപദ്രവിക്കുന്ന സാധനങ്ങളൊന്നും തന്നെ കഴിക്കാതിരിക്കുന്നവരെയാണ് വീഗൻസ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ. ഇങ്ങോട്ടേക്ക് വരുമ്പോ എൻ്റെ പേര് സെയ്ദ് എം ഖാൻ. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ ബിസിനസ്സാണ്. ഇപ്പം ഒരു ചെറിയൊരു റിസോർട്ട് റൺ ചെയ്യുന്നുണ്ട്. ചെറിയൊരു റിസോർട്ട് മുതലാളിയാണ്. മുതലാളിയായില്ല, ചെറിയൊരു റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇടിഞ്ഞാറെന്ന് പറയും, ബ്രൈമോൻ്റെ അടുത്ത് ഒരു കാടിൻ്റെ അടുത്തായിട്ട് വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ. അതിൻ്റെ അകത്ത് തന്നെ ബ്രൂക്സ് ആൻഡ് ബോൾഡേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം ആ പേര് പറയുന്ന പോലെ തന്നെ പാറയും വെള്ളച്ചാട്ടവും ഒക്കെ ആയിട്ട്
അവിടെ പോയാൽ അവിടെ തന്നെ അങ്ങ് ഇരിപ്പാണ്. അപ്പൊ വേദനിക്കുന്ന ഒരു കോടീശ്വരനെയാണ് ഞാൻ അല്ല, അത്രയും വേരിയും ഇല്ല, കോടീശ്വരനും അല്ല. ലൈഫ് എൻജോയ് ചെയ്യാം. ലൈഫ് എൻജോയ്. ഏറ്റവും വലിയ എൻജോയ്മെന്റ് തോന്നിയ ഒരു കാര്യം എന്താണ്? എൻജോയ്മെന്റ് തോന്നുന്നത് എനിക്ക് ഈ കാടും മേടും ഭയങ്കര ഇഷ്ടമാണ്. കാട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്ന, ഞങ്ങൾ ലാസ്റ്റായിട്ട് എൻഡ് ചെയ്തിരിക്കുന്ന സ്ഥലം തന്നെ ഇതിന് ചുറ്റിനും കാടാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ജീവിതം ആസ്വദിക്കുന്നത് അവിടെയാണ്. വല്ലപ്പോഴും ഒരു ആന വരുന്ന കാണാം. അങ്ങനെ മൃഗങ്ങളെ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ സാറേ? മ്ലാവിനെ അവിടെ കണ്ടിട്ടുണ്ട്. മ്ലാവ്, ആന, പിന്നെ കരടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഞാനിവരെ കാണാൻ ചാൻസ് ചെയ്തില്ല. പിന്നെ പാമ്പ് ഇഷ്ടം പോലെ ആ വഴിയൊക്കെ പോകുന്നുണ്ട്. പാമ്പ് ഇഷ്ടം പോലെ. അതുകൊണ്ട് പണ്ട് മുതലേ ഈ കാട് പോയിട്ടൊക്കെ ഒരു താല്പര്യമാണ്. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. മോന് ബാംഗ്ലൂരാണ്, എക്കണോമിക്സിന് പഠിക്കുകയാണ് അവിടെ സെൻറ്റ് ജോസഫിൽ. മോള് 12 ഇവിടെ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദ ടെൻഷൻസ് ആർ ഹൈ അറ്റ് ഹോം. എനിക്കല്ല, അവർക്ക്, എൻ്റെ മോക്കുമല്ല, എൻ്റെ വൈഫിനാണ് ടെൻഷൻ. 12ാം ക്ലാസ്സിന്റെ എക്സാം ആയതുകൊണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ പേര് പ്രദീപ് എസ് എന്നാണ്. ഞാൻ സ്റ്റേറ്റ് ഹോക്കി പ്ലെയറാണ്. ഇപ്പോൾ സീനിയർ പ്ലേയേഴ്സ് അസോസിയേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. ഹോക്കി പ്ലെയർ, വാവ്, വെരി നൈസ്. രാജീവ് നാഥൻ്റെ കടൽ തീരത്തിൻ്റെ, OV വിജയൻ്റെ കടൽ തീരത്തിലെ സെൻട്രൽ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് പറ, എനിക്ക് മേല. അപ്പോൾ അത് ഇന്ത്യൻ പനോരമ സെലക്ട് ചെയ്ത ഫിലിമാണ്. ഇന്ത്യൻ പനോരമയിൽ സെലക്ട് ചെയ്ത ഫിലിം കൂടിയാണ്. ശരിക്കും ഞാൻ പറ, എന്തെങ്കിലും ഒരു ഞെട്ടലുണ്ടോ? ഇപ്പോൾ ഓടണം എന്ന് തോന്നുന്നുണ്ടോ ഇവിടെ നിന്ന്? ഇവരെ 3 പേരുടെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് പറഞ്ഞേ, നീ പറഞ്ഞേ. ചെറിയൊരു ഭയം തോന്നുന്ന ഒരു കിടുക്കിടിപ്പ്, നിന്റെ നെഞ്ചിടി എനിക്ക് കേൾക്കാമല്ലോ. എന്ന് പറഞ്ഞാലും ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ഉണ്ട്. എന്നാൽ ഇതിൽ ഏത് മാമന്മാരിൽ കുറച്ച് പ്രശ്നക്കാരാണ്, നമ്മളൊന്ന് ശ്രദ്ധിച്ചിരിക്കണം എന്ന് നിനക്ക് തോന്നുന്ന ആരെയാണ് ഈ 3 പേരില്? ഈ മാമനെയാണ്. മാമനാണെങ്കിൽ പിഞ്ച് ഹൃദയമായിട്ട് നടക്കുക, അപ്പോഴാണ് ഈ മാമനാന്നൊക്കെ. അതെന്തുകൊണ്ടാണ് ആ ചേട്ടനെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നാൻ കാരണം? ബീഫിന്റെ ആളല്ലേ. അപ്പൊ ബീഫിന്റെ ആള് ദേ, ആ ചേട്ടനും ബീഫിന്റെ ആളാ. രണ്ടുപേരും ഇല്ല, അപ്പൊ ആരെയും ഒരാളല്ലേ പറയാൻ പറ്റും. അതുകൊണ്ട് അവൻ അങ്ങ് കറക്കി അങ്ങ് കുത്തി. മറ്റേത് സാത്വികനായിട്ട് ചേട്ടൻ നിൽക്കുന്നു, ബീഫ് എന്ന് പറഞ്ഞാലും. ഓക്കെ, ഹോക്കി പ്ലെയർ ആണ്. ഓക്കെ, പേര് ഒക്കെ മോന്റെ തന്നെ തുടങ്ങാം. എൻ്റെ പേര് ഗൗതം കൃഷ്ണ. ഞാൻ വരുന്ന പ്ലാമുട്ടുകടയിൽ നിന്നാണ്. എൻ്റെ അച്ഛൻ ഒരു ഇലക്ട്രിക് കടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ. എൻ്റെ അമ്മ ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. ഹോസ്പിറ്റൽ എന്തായിട്ട്? റിസപ്ഷനിസ്റ്റ് ആണ്. ഓക്കെ. വീട്ടിലാരൊക്കെയുള്ളേ? അച്ഛൻ, അമ്മ, ഞാൻ, ചേച്ചി, എൻ്റെ അച്ഛൻ്റെ അമ്മ. അച്ഛൻ്റെ അമ്മ. ഓക്കെ. ചേച്ചി എന്ത് ചെയ്യുന്നു? ചേച്ചി ഇപ്പൊ +1 +1. ചേച്ചി പഠിക്കുന്ന ആളാണോ? നിന്നെക്കാളും നന്നായിട്ട് പഠിക്കുമോ അതോ നീയാണോ നന്നായിട്ട് പഠിക്കുന്നത്? ബോത്ത്. നമ്മൾ രണ്ടുപേരും തന്നെ. എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് കൂടുതൽ തല്ല് കിട്ടുന്ന ആർക്കാണ്? എനിക്ക്. നിനക്ക് തന്നെയാണ്. ചേച്ചിയായിട്ട് വഴക്കുണ്ടാക്കാറുണ്ടോ? എന്ത് കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ തമ്മിൽ തല്ലുന്നേ? ചുമ്മാ. നീ വെറുതെ ഇരിക്കുമ്പോ ചേച്ചിയായിട്ട് തല്ലുണ്ടാക്കാൻ തോന്നുവോ? ചേച്ചി വന്നതിന് ചൊറിയും, ഞാൻ തിരിച്ചു ചൊറിയും. ഓ, ചൊറിയും. ചേച്ചി വന്നൊന്ന് ചൊറിയും, അപ്പൊ ഞാൻ തിരിച്ചു ചൊറിയും. ചേട്ടൻ നോക്കാൻ എന്തൊക്കെയാ പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു കുട്ടീനോട് ചോദിച്ചു, അച്ഛൻ എങ്ങനെയുണ്ട് ആളെന്ന് ചോദിച്ചു. അച്ഛൻ പൊളിയല്ലേ, വെറും തത്തറ പൊളി എന്നൊക്കെ, ഇങ്ങനെയൊക്കെ ഇവർ പറയുന്നേ. നമുക്ക് പണ്ട് അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ വേറൊരു ഇമേജ് ആണല്ലോ. അപ്പൊ ചേച്ചി ഒന്ന് ചൊറി. എന്ത് കാര്യത്തിനാണ് ചേച്ചി ചൊറിയുന്നേ? ചേച്ചിക്ക് ഇപ്പൊ ഒരു സാധനം കൊടുത്തില്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരു അടി ഉണ്ടാക്കും. എന്ത് സാധനം കൊടുക്കാതിരിക്കുന്ന ചേച്ചിക്ക്? ചേച്ചി പറയുന്ന സാധനം. ഓ, മിടുക്കനവൻ. ചേച്ചിക്ക് ആവശ്യമുള്ള, ചേച്ചി ചോദിക്കുന്ന സാധനം അവൻ എടുത്ത് കയ്യിൽ അങ്ങ് വെക്കും ആദ്യമേ. എന്നിട്ട് ചേച്ചി അത് താടാന്ന് ചോദിക്കുമ്പോൾ അവനത് ഇഷ്ടാവില്ല. ഇതിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് എനിക്കിതിൽ പറയാൻ പറ്റില്ല. അപ്പൊ നീ എന്ത് സാധനമൊക്കെ കൂടുതൽ എടുക്കുന്നേ? അമ്മ അച്ഛൻ ആരെയാ കൂടുതൽ വന്ന് പഴക്ക് പറയുന്നത്? ചേച്ചീനെയാണോ നിന്നെയാണോ വഴക്കുണ്ടാക്കുന്നത്? ചേച്ചി. എപ്പോഴും അത് ഈ ചേച്ചിമാർക്ക്, ചേട്ടന്മാർക്കാണ് ഇതെല്ലാം അങ്ങ് പ്രശ്നം. ചേച്ചിയുടെ പേര്? ഗൗരി നന്ദന. ഓക്കെ. സിനിമ എല്ലാം കാണാറുണ്ടോ? ഇഷ്ടപ്പെട്ട നടൻ? മമ്മൂട്ടി. മമ്മൂക്കയുടെ ഒരു ഇഷ്ടപ്പെട്ട ചിത്രം? ഭീഷ്മപർവം. പുതിയ പടങ്ങളാ സാറേ, മമ്മൂക്കയുടെ ഭീഷ്മപർവം. ഓക്കെ. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോ നിങ്ങൾ രണ്ടൊരു ഫ്രണ്ട്സ് ആണോ? ഇവന്റെ ഏറ്റവും ഇവൻ പ്രശ്നക്കാരനാണോ നല്ലവനാണോ? നല്ലവനാണ്. അതിനേക്കാളും മിടുക്കൻ. ഓക്കെ. ഇവനെ 10ൽ എത്ര മാർക്ക് കൊടുക്കും നീ? 10ൽ ഇവന്റെ സ്വഭാവം? 10 കൊടുക്കും. 10 കൊടുക്കുക. ആത്മമിത്രങ്ങളാ. ഓക്കെ. മോൻ എന്താ പേരൊക്കെ എങ്ങനെയാ? എൻ്റെ പേര് കശ്യപ് നാഥ്. എൻ്റെ സ്ഥലം അഴയിക്കോണം. ഓക്കെ. വീട്ടില് അമ്മ, അച്ഛൻ, ചേട്ടൻ ഉണ്ട്. ചേട്ടനാണോ? ഇപ്പൊ ചേട്ടൻ ഉള്ളതുകൊണ്ട് എന്താ ഗുണങ്ങൾ എന്തൊക്കെയാ ചേട്ടൻ വീട്ടിലുള്ളതുകൊണ്ട്? ചേട്ടൻ ഉള്ളത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ,
ചേട്ടൻ ഇപ്പം ഞാൻ 7ാം ക്ലാസ്സിലാണെങ്കിൽ ചേട്ടൻ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ് ചേട്ടൻ കഴിഞ്ഞല്ലോ അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് എഴുതും. ഓ അവനെല്ലാം സെക്കൻഡ് സാധനങ്ങളൊക്കെ കിട്ടും അവന് ഫ്രീ ആയിട്ട് ചേട്ടനുള്ളതുകൊണ്ട്. ഇപ്പൊ ചേട്ടനെ മാറ്റി ഇപ്പൊ ചേച്ചി ആയിരുന്നെങ്കിൽ ബെറ്റർ ആയിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അറിഞ്ഞൂടാ. ചേട്ടൻ മതി നമുക്ക്. ഈ പേര് എവിടെ നിന്നാണ് കിട്ടിയത്? നിന്റെ പേര് അച്ഛട്ട്. അച്ഛനോട് നീ ചോദിച്ചിട്ടുണ്ടോ എന്തിനാ? ഏതൊരു ഋഷിയുടെ പേര്. ഏതൊരു ഋഷിയോ? എന്ത് ഋഷിയാണത്? ഏതോ മോൻ ചോദിച്ചു ആരാണ് അച്ഛ ഇതെന്നാ പച്ചമുണ്ടോ ഏതോ ഒരു ഋഷിയാണെന്ന്. നിനക്ക് ആ പേരിൽ നീ സന്തോഷവാനാണോ? നിനക്ക് ക്ലാസ്സിൽ വട്ടപ്പേരുണ്ടോ? ഇരട്ടപ്പേരില്ലേ? ഇവനുണ്ടോ ഇരട്ടപ്പേര്? ഇവനില്ല. ഉണ്ട്, അവനുണ്ട്. അവന്റെ ചിരി കണ്ടറി കണ്ണൊക്കെ കാണിക്കുന്നു. എന്താന്ന് പറഞ്ഞോ? ധൈര്യമായിട്ട് പറഞ്ഞോ. ഇവർ രണ്ടുപേരും എണപിരിയാത്ത സുഹൃത്തുക്കളാ. എന്തായാലും വെളിയിൽ ചെന്ന് ഇടിക്കും മറ്റവൻ. കട്ടച്ചങ്കളാണ്. അതുകൊണ്ട് വേറെന്താ? ഇവൻ എങ്ങനെയാ പെമ്പിള്ളാരോട് നീറ്റായിട്ട് പെരുമാറുന്നവനാണോ? എല്ലാ ഈ 10 പെമ്പിള്ളാരോട് നീറ്റ്. ഇവൻ നല്ല പഠിപ്പിസ്റ്റാണോ അതോ ആവറേജ് പഠിത്തേ ഉള്ളൂ? ഇപ്പം പഠിപ്പിസ്റ്റാണ്. ഓക്കെ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഇവന്റെ എന്നാലും നീ കാണിച്ചു കൊടുക്കുന്നല്ലോ. പക്ഷെ അവനൊരു വിഷമമുണ്ട്. കോപ്പിയടി ഒന്ന് കുറയ്ക്കണമെന്നാണ് ഇവന് പറയാനുള്ളത്. ധന്യ. ഓ അപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോ പേര് മോന്റെ? എൻ്റെ പേര് അദ്വൈ കൃഷ്ണൻ. ഞാൻ വരുന്നത് പുഴുക്കുന്നിൽ നിന്നുമാണ്. ഓക്കെ, സീരിയസ് ആണല്ലോ ഇവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ. ആണോ? സീരിയസ് ആണോടാ? അതെ. സീരിയസ് ആണ്. ഇവൻ പഠിപ്പിയാണോ അവൻ? ഇവൻ വേറെ ക്ലാസ്സിലാ. ഓക്കെ. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഞാൻ. ഭാവിയിൽ എന്താകണം എന്നാണ് ആഗ്രഹിക്കുന്നത്? ഒരു നേവി ഓഫീസർ ആകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. നീ എന്താകണമെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ ആഗ്രഹം. ഇവൻ കബഡി പ്ലെയർ എന്നെ ഉറപ്പിച്ചു. എനിക്ക് CBI ഓഫീസർ ആവണം. CBI ഓഫീസർ? എന്താണ് CBI? പോലീസ് ആവണ്ട, CBI ആവാൻ എന്താ കാരണം? കുറ്റങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. ഓക്കെ, നിനക്ക് അതാണോ ഇഷ്ടം? CBI സിനിമകൾ ഏതെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കുറ്റം അങ്ങനത്തെ വല്ല പടങ്ങൾ കണ്ടതോ? അങ്ങനത്തെ ഒന്നും കണ്ടിട്ടില്ല. നിനക്ക് എവിടെന്നാ കിട്ടിയത് ഈ CBI ഐഡിയ? അച്ഛൻ പറഞ്ഞു. അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛൻ സർക്കാരിലാണ്. അപ്പൊ കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ CBI ഓഫീസർ ആവാനായിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങണോ? എപ്പോ പഠിക്കണം? പിന്നെ 10ാം ക്ലാസ് കഴിയുമ്പോൾ. 10ാം ക്ലാസ് കഴിയുമ്പോൾ സമയമുണ്ട് അവന്. CBIയുടെ ഫുൾ ഫോം അറിയാമോ? CBIയുടെ ഫുൾ ഫോം. നിനക്ക് CBIയുടെ ഫുൾ ഫോം അറിയോ? എന്താണ്? സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. വെരി ഗുഡ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പം വെറുതെ CBI എന്നല്ല, മറ്റേ തർജിമയൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ. 2 എണ്ണം ഇന്ന് കട്ടക്ക് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോ ദുബായ് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിങ്ങളുടെ സ്വപ്ന നിക്ഷേപ സാക്ഷാത്കാരത്തിന് RG ഗ്രൂപ്പിനെ സമീപിക്കൂ. ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ഞങ്ങളുടെ 2 ടീം എന്ന് പറയുന്നത് ഫുൾ പുരുഷന്മാരാണ്. ഈ ചേട്ടന്മാർ കൊണ്ടുപോകുമോ ഞങ്ങളുടെ മക്കൾ കൊണ്ടുപോകുമോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. അതിനു മുമ്പ് നമ്മുടെ റൗണ്ട്സിലേക്ക് കിടക്കുന്നു. ആദ്യത്തെ റൗണ്ട് GK റൗണ്ട്. സോ ആദ്യത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. നിയമങ്ങൾ വളരെ മിതമാണ്, വളരെ എളുപ്പമാണ്. ഞാൻ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കും, അത് കഴിഞ്ഞ് മലയാളത്തിലും പറയും. മലയാളം പൂർത്തിയായതിനു ശേഷം മാത്രം ബസർ പ്രസ് ചെയ്യുക. ബസർ പ്രസ് ചെയ്താൽ ഞാൻ ആ ടീമിലേക്ക് വരും. സോ ആ ടൈമിങ്ങിലാണ് കാര്യം. മലയാളം തീർന്ന ഉടൻ പ്രസ് ചെയ്യുക. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം, വാട്ട് ഈസ് ദ നെയിം ഓഫ് കേരളാസ് ഫസ്റ്റ് IT പാർക്ക്? കേരളത്തിലെ ആദ്യത്തെ IT പാർക്കിന്റെ പേര്. ഇവിടെയാണ്. O ടീമാണ്. ടെക്നോ പാർക്ക്. ശരി ഉത്തരം. എന്തേ ബസർ പ്രസ് ചെയ്തില്ല? അറിയായിരുന്നു, പെട്ടെന്ന് ചോദിച്ചപ്പം. മലയാളം ചോദിച്ച ഉടനെ ഇങ്ങനെ വെച്ചോണ്ട് നിൽക്കണം. ടക്ക്. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. വിച്ച് വൈറ്റമിൻ ഇസ് നോൺ ആസ് ദി സൺഷൈൻ വൈറ്റമിൻ? സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? O ടീമാണ്. ആൻസർ വിറ്റാമിൻ D ആണ്. ശരി ഉത്തരം. സൺലൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വൈറ്റമിൻ D ആണ്. അറിയുവോ? ഇനി അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ്. വിച്ച് കെമിക്കൽ ഇസ് കോമൺലി യൂസ്ഡ് ആസ് ദി ഡിസിൻഫെക്റ്റന്റ് ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ്? ജല ശുദ്ധീകരണത്തിൽ അണുനാശിനിയായി സാധാരണയായി ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? വീണ്ടും O ടീമാണ്. സാറേ? ക്ലോറിൻ. ശരി ഉത്തരം. അറിയായിരുന്നോ? പ്രസ് ചെയ്ത് ഒന്ന് മാറിപ്പോയി. ഒന്നീ കുഞ്ഞുങ്ങൾ നേരത്തെ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യാതിരിക്കും. അതാണ് അവരുടെ ശൈലി. അടുത്ത നാലാമത്തെ ചോദ്യമാണ്. വിച്ച് ഈസ് ദ ഓൾഡസ്റ്റ് മൗണ്ടൻ റേഞ്ച് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്?
ഏതാണ് സാറേ ഉത്തരം? എനിക്ക് തോന്നുന്നത് അരവില്ല അമ്മൻ. പാസ് ചെയ്യാൻ പോവാണ്. ഒരു പോയിന്റ് കിട്ടും കറക്റ്റ് ആണെങ്കിൽ. ആരവല്ലി. ആരവില്ലി മൗണ്ടൻ Very റേഞ്ചസ്. good job. ആരവില്ലി കറക്റ്റ് ആൻസർ. മോനെ മനഃപൂർവ്വം തെറ്റിച്ച് പറഞ്ഞ കേട്ടോ, അറിയായിരുന്നു, മനഃപൂർവ്വം തെറ്റിച്ച കേട്ടോ. ആരവില്ലി ഹിൽസ്, ആരവില്ലി മൗണ്ടൻ റേഞ്ചസ് കറക്റ്റ് ആൻസർ. അടിപൊളി. അപ്പോൾ ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഒന്നിൽ നമ്മൾ തുടക്കം കുറിച്ചു. അടിപൊളി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത അഞ്ചാമത്തെ ബസറിൽ നീയും കൂടെ കൈവച്ചുകൊണ്ടിരുന്നോ? ഓക്കെ, റെഡി. അഞ്ചാമത്തെ ചോദ്യമാണ്, ഹൂ റോട്ട് ദി നോവൽ ഇന്ദുലേഖ? ഇന്ദുലേഖ എഴുതിയത് ആരാണ്? വൈറ്റ് ടീമാണ്. യെസ്, ഓ ചന്തുമേനോൻ. ഓ ചന്തുമേനോൻ കറക്റ്റ് ആൻസർ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കയറി വരുന്നുണ്ട്. ആ, കറക്റ്റായിട്ട് അവർ പ്രസ് ചെയ്തു. അടിപൊളി. ഇവരിനി വിട്ടുകൊടുക്കുമെന്ന് തോന്നല്ലോ, ഒരെണ്ണമൊക്കെ വിട്ടുകൊടുത്തു. ഇനി അങ്ങനെ അവന്മാർ സംഭവിക്കില്ല അത്. ഓക്കെ, ഇനി അടുത്ത ആറാമത്തെ ചോദ്യമാണ്, ഹൂ ഇസ് ദ ഡിസൈനർ ഓഫ് ദി ഇന്ത്യൻ നാഷണൽ ഫ്ലാഗ്? ഇന്ത്യൻ ദേശീയ പതാകയുടെ ഡിസൈനർ ആരാണ്? പിങ്കല വെങ്കയ്യ. ഒന്നുകൂടെ ആലോചിക്കുന്നോ? വെങ്കയ്യുണ്ട്. അഡ്ജസ്റ്റ് ചെയ്തോടെ. പിങ്കല പിങ്കലി വൈഗ. പിങ്കലി. ചെറിയ വ്യത്യാസം. ചെറിയ വ്യത്യാസമുള്ളൂ. പിങ്കലി വെങ്കയ്യ എന്നുള്ളതാണ് ശരി ഉത്തരം. അവർ കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. അടിപൊളി. കേട്ടിട്ടുണ്ടോ? എവിടെയോ കേട്ടിട്ടുണ്ടോ, പക്ഷെ ബസർ പ്രസ് ചെയ്തില്ല, ആലോചിച്ച് നിൽക്കുകയായിരുന്നു. ഓക്കെ, വാട്ട് ഇസ് എ ഫുൾ ഫോം ഓഫ് KSEB? KSEBയുടെ പൂർണ്ണ രൂപം എന്താണ്? ഓ ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്ന ആൻസർ പറഞ്ഞേ പറ്റൂ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കറക്റ്റ് ആൻസർ. അറിയായിരുന്നോ? എല്ലാം അറിയാം, പിന്നെ പ്രസ് ചെയ്യാതെ നിൽക്കുക ഞങ്ങള്. ഓക്കെ, ഒന്നുകൂടെ വച്ചോണ്ടിരുന്നേ. ഓക്കെ, എട്ടാമത്തെ ചോദ്യം, വാട്ട് ഇസ് എ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് പ്രോട്ടീൻസ്? പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്താണ്? ദി ഓ ടീം തന്നെയാണ് വീണ്ടും. അമിനോ ആസിഡ്. അമിനോ ആസിഡ്സ് ശരി ഉത്തരം. പറഞ്ഞാൽ മെൻ വേഴ്സസ് ബോയ്സിന്റെ ഇടയിൽ മെൻ ഇങ്ങനെ സ്കോർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇവരിങ്ങനെ കാണിക്കോ, സോറി കേട്ടോ, നിങ്ങൾക്ക് ഞങ്ങൾ വിട്ടു തരാമെന്ന് പറഞ്ഞാൽ ചാടി കയറി അടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ വിട്ടൊന്നും തരുന്നില്ല. പിടിക്കാം നമുക്ക്. ഇനി രണ്ട് ചോദ്യം കൂടെ ഉണ്ട്. ഓക്കെ, അടുത്ത ഒമ്പതാമത്തെ ചോദ്യമാണ്, ഹൂ വാസ് ദി ഫസ്റ്റ് മലയാളി ടു അപ്പിയർ ഓൺ എ പോസ്റ്റേജ് സ്റ്റാമ്പ്? തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ആരാണ്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ശരി ഉത്തരം. എക്സലന്റ്. അടിപൊളി, കറക്റ്റായിട്ട് അവരത് ചെയ്തു. ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലെ നിന്നെ മിടുക്ക് പയറുപയറുകൾ നിന്നെ. ഓക്കെ, പത്താമത്തെ ചോദ്യം, വാട്ട് ഇസ് അക്രോഫോബിയ? അക്രോഫോബിയ എന്നാൽ എന്താണ്? ദി ഓ ടീമാണ്. ഹൈപ്പർ ആക്ടിവിറ്റി, റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുക തെറ്റുത്തരാണ്. രാത്രിയെ പേടി. രാത്രിയെ പേടി, ഇരുട്ടിനെ പേടി തെറ്റുത്തരാണ്. ബീയിങ് അലോൺ ഇൻ ദി എംപ്റ്റി റൂം. എംപ്റ്റി റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന പേടിയല്ല, ഉയരങ്ങളെ കുറിച്ചുള്ള പേടിയാണ്. അതായത് ഭയങ്കരമായിട്ടുള്ള ഹൈറ്റിൽ കയറുമ്പോൾ ഹൈറ്റിൽ നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന പേടിനെയാണ് ഹൈറ്റിനെ. ഇറ്റ്സ് എ ഫിയർ ഓഫ് ഹൈറ്റ്സ് ആണ്. ഓക്കെ, അതായിരുന്നു ശരി ഉത്തരം. അപ്പോൾ രണ്ട് ടീമിനും കിട്ടിയിട്ടില്ല. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കോർ നില എങ്ങനെയാണെന്നൊന്ന് നോക്കിയാലോ. ഞങ്ങളുടെ ഓ ടീം സ്വന്തമാക്കിയിരിക്കുന്നത് 12 പോയിന്റ് ആണ്. സൂപ്പർ. ഞങ്ങളുടെ വൈറ്റ് ടീം വലിയ താല്പര്യം, അവർ 5 പോയിന്റ് ആണ് ഞങ്ങളുടെ വൈറ്റ് ടീം സ്വന്തമാക്കിയിരിക്കുന്നത്. 5 പോയിന്റ്സ്. പക്ഷേ പേടിക്കണ്ട, കഴിഞ്ഞ തവണ ഇതുപോലെ നിന്നു. പക്ഷേ രണ്ടാമത്തെ റൗണ്ട് എന്ന് പറയുന്നത് സാർ ആക്ടിവിറ്റി റൗണ്ടാണ്. ഒരു ചിന്ന ഗെയിം ആയിരിക്കും. ആ ഗെയിം വിജയിച്ചാലുണ്ടല്ലോ 5 പോയിന്റാണ് ഞാൻ തരാൻ പോകുന്നത്, 1, 2 അല്ല. അപ്പം നിങ്ങൾക്ക് 10 പോയിന്റിലേക്ക് വരാനും പറ്റും. അപ്പോൾ ഞങ്ങളുടെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. എൻ്റെ സെക്കൻഡ് റൗണ്ട് ഇസ് ഗെയിം റൗണ്ട്. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. സോ നമ്മുടെ ഗെയിമിനുള്ള പ്രോപ്പർട്ടീസ് എത്തിക്കഴിഞ്ഞു. ഈ ഗെയിമിൻ്റെ പേര് 7 balls.
ഇത് വേറൊന്നുമില്ല, ഇതൊരു പസിൽ ഗെയിമാണ്, ഇതൊരു മൈൻഡ് ഗെയിമാണ് സാറേ. ഇതിന് പ്രായമൊന്നും തന്നെ പ്രശ്നമല്ല. ഇത് നമ്മുടെ തലച്ചോറ് വെച്ചാണ് നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. വേറൊന്നുമില്ല, നമ്മുടെ റുബിക്സ് ക്യൂബ് നമ്മൾ കണ്ടിട്ടില്ലേ? എങ്ങനെ കറക്കി തിരിച്ചാലും നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഓരോ സൈഡും ഓരോ സെയിം കളേഴ്സ് ആക്കണം. അതുപോലെ ദേ ഇപ്പം ഇവിടെ 5 ഗ്ലാസ് വെച്ചിട്ടുണ്ട്. ഈ ഗ്ലാസ്സിൽ പല കളേഴ്സിലുള്ള ബോൾസാണ് ഞാൻ ഇൻസേർട്ട് ചെയ്ത് വച്ചേക്കുന്നത്. ഇനി ചെയ്യാനുള്ളത് ഇത്ര മാത്രം. ഈ 5 ഗ്ലാസ്സിലും ഒരേ നിറത്തിലുള്ള ബോൾസ് മാത്രമാക്കി നിങ്ങൾ മാറ്റണം. പക്ഷേ ഒരൊറ്റ നിയമമേ ഉള്ളൂ, അറ്റ് എ ടൈം ഒരു ഗ്ലാസ്സിൽ 7 ബോൾസേ വരാൻ പാടുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇതൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ 1 2 3 4 5 6 ഓൾറെഡി അതിനകത്തൊരു ബോൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ വേണം നിങ്ങൾ ഇതിൽ കളർ കോർഡിനേറ്റ് ചെയ്ത് വരാനായിട്ട്. 7 ബോൾസേ അറ്റ് എ ടൈം ഈ ഗ്ലാസ്സിനകത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. ഇത് മാത്രമാണ് ഈ ഗെയിമിൻ്റെ നിയമം എന്ന് പറയുന്നത്. ഏറ്റവും കുറവ് സമയത്തിനുള്ളിൽ ഈ 5 ഗ്ലാസ്സിലും സെയിം കളേഴ്സ് ആക്കി മാറ്റുന്ന ആ ടീമിനായിരിക്കും ഞങ്ങൾ വിന്നിംഗ് ആയിട്ട് പ്രൈസ് നൽകാൻ പോകുന്നത്. ഓക്കെ, മനസ്സിലായോ? റെഡിയാണ്? അപ്പോൾ മെൻ്റൽ ഗെയിമാണ്, നിങ്ങൾ ബ്രെയിൻ യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ടുള്ളത്. ഓക്കെയാണ്. സോ വൈറ്റ് ടീമിൽ നിന്ന് ആരാണ് വരുന്നത്? നീയാണ് വരുന്നത്. അടിപൊളി, വായോ. അറിയാലോ, ഒരു സമയം 7 ബോളെ അതിനകത്ത് പാടുള്ളൂ. എന്നിട്ട് പെട്ടെന്ന് മാറ്റിക്കോണം കേട്ടോ. ഇവരെ നമുക്ക് ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്യോ? ചെയ്യും എന്നാണ് അവൻ പറയുന്നത്. നമുക്ക് നോക്കാം അല്ലേ സാറേ? ഓക്കെ, ഓൾ ഗുഡ്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ മോനെ. അവൻ എന്ത് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് നോക്കണം. നീ 7 ബോളെ പാടുള്ളൂ. അങ്ങനെയാണ് അവൻ്റെ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എവിടെ വേണോ നീട്ടോ. അവിടെ പറ്റത്തില്ല, അവിടെ 7 മാറിയല്ലോ. അപ്പോൾ കറക്റ്റ്. അറ്റ് എ ടൈം 7 ബോളെ പാടുള്ളൂ. അതിൽ 7 ആയിട്ടുണ്ട്. യെസ്, ദാറ്റ്സ് വെരി ട്രിക്കി. കം ഓൺ, യു ആർ ഡൂയിങ് ഗുഡ്. അടിപൊളി. ആലോചിച്ച് ചെയ്തേ. ആ കണക്ക് തെറ്റാൻ പാടില്ല, അതാണ് അതിൻ്റെ. അവൻ എന്താണ് ചെയ്യുന്നത് ഞാൻ ആലോചിക്കുകയാണ്. കറക്റ്റാണ്, അവൻ്റെ എന്തോ ഉപയോഗിക്കുന്നുണ്ടോ. അത് 7 8 8ആയി. അത് 8ആയി അത്. 7 പാടുള്ളൂ. അതിൽ 8ആയി പോയി. അതിൽ 8, അതും 8. അതിൽ 6 ഉള്ളൂ. ആയിട്ടോ. കയ്യിൽ വെച്ചോണ്ട് നീ അത് എവിടെയെങ്കിലും ഇടണം. ഓ, ബ്രില്യൻറ്റ്. മാറ്റി. കറക്റ്റ്. ഒരെണ്ണം അവൻ ശരിയാക്കി. ഇനി വേറെ 4 എണ്ണം കൂടെ ഉള്ളു ശരിയാക്കാൻ. മറ്റേ 8 കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരെണ്ണം കൂടി ഇതിൽ വരാനുണ്ട്. മഞ്ഞ ഒരെണ്ണം കൂടെ ഉണ്ട്. ഒഴിഞ്ഞിരിക്കുന്നതിലോട്ട് മാറ്റിക്കോണം. 7 പാടുള്ളൂ. അതിൽ 8ആയി. മാറ്റിക്കോ. സമയം പ്രധാനമാണ്. യെസ്, ഒരെണ്ണത്തിൽ അവൻ ആക്കിയിട്ടുണ്ട് ഒരുവിധം. നമ്മൾ എടുക്കും തോറും സമയം ലേറ്റാവാതെ അത് മുകളിലത്തുള്ള മാറ്റി ചെയ്തോണം. 8 ആവരുത്. അല്ല, 7 ആയുള്ളത്. 7 അത് 8ആയി. അപ്പൊ ഇതെവിടെ നിന്ന് വന്നെന്ന് നീ അത് ആലോചിക്കണം. അതിലിട്ടിട്ട് ഇനി മാറ്റിക്കൊണ്ടിരി.
ഒരു കളറും കൂടി അതിൽ കിട്ടാനുള്ളൂ. പക്ഷെ അടിയിലാണ്, മറ്റേ കളർ ഇനി മാറ്റി വരണം. കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. അതിൽ എട്ടായി ഒരെണ്ണം എട്ടത് അതെട്ടായി. ആ ആ ആ കറക്റ്റ് കറക്റ്റ്. യെസ്, അതാണ്. യെസ്, ദാറ്റ്സ് എ ബ്രില്യൻസ്. ആ ആ യെസ്, രണ്ടെണ്ണം അവൻ കറക്റ്റാക്കി. ആ നീ അതിലിട്ടിട്ട് ഇത്. യെസ്. ഇതിലെട്ടാ കിടക്കുന്നേ. ഒഴിഞ്ഞിരിക്കുന്ന ക്ലാസ് ഇടല്ലയാ. ആ അവൻ ഇച്ചിരി ഇതായിപ്പോയോ, ട്രോമയായി തുടങ്ങിയിട്ടുണ്ട് അവന്. അതിട്ടോ എന്നിട്ട് നമുക്ക് മാറ്റാം, സമയം കളയാതെ. അതെടുക്കാൻ സമയം കളയുമ്പോഴേ പോകും. അതിട്ടോ. യെസ്. യെസ്. അയ്യോ, അങ്ങനെ ഞങ്ങൾ ഒരു വിധന്തേ 4 ബ്ലോസിലും കറക്റ്റ് കളേഴ്സ് ആക്കിയിരിക്കുകയാണ്. സാറേ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ അടി കിടക്കുന്ന ബോൾസ് നമ്മൾ എടുക്കാൻ കുറേ സമയം നമ്മൾ എടുത്താൽ ഇതിൻ്റെ ടൈം ഔട്ടായി പോകും. അതിന് മുമ്പ് നമ്മളിത് എങ്ങനെ മിസ്മാച്ച് ചെയ്തു മാറ്റുന്നുള്ളതാണ് എൻ്റെ ഗെയിമിൻ്റെ ട്രിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, മോൻ അസലായിട്ട് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ സോ നമ്മുടെ ഓ ടീമാണ് ഇനി മാറ്റൊരുക്കാൻ എത്താൻ പോകുന്നത്. സാറേ ആരാണ് വരുന്നത്? ആണ്. ഓക്കെ ഓക്കെ, ഹരിശേഷനാണ്. അപ്പോൾ ഹരി സാറാണ് ഇന്ന് ഈ ടാസ്ക് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാക്സിമം ചിയറപ്പ് കൊടുക്കുക സാറിന്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. സാറ് അപ്ലൈ ചെയ്യാൻ പോകുന്ന ടെക്നിക്ക് എന്താ? സാറെ കയ്യിൽ വെക്കാൻ പാടില്ല, ഗ്ലാസ്സിൽ ഇട്ടുകൊണ്ടിരിക്കണം. ഓക്കെ, സാറിൻ്റെ ടെക്നിക്ക് എന്താ നമുക്ക് നോക്കാം അല്ലേ? കൺഫ്യൂസ്ഡ് ആയാൽ പോയി, ഇതിൽ കൺഫ്യൂഷൻ വന്നാൽ പോയി. ഓരോന്നായിട്ട് എടുക്കാവൂ സാറ്, ഓരോന്നായിട്ട് എടുക്കുക. 7 ബോൾസ് അറ്റ് എ ടൈം ആകാം. പറഞ്ഞൊക്കെ കൊടുക്കുന്നു കേട്ടോ ഇവിടെ ഇന്നിട്ട്. അവന്മാർ ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ്? ഇവിടെ ഭയങ്കര ഇന്ന് ക്യൂ കൊടുക്കലൊക്കെ, അപ്പുറത്തിട്ടോ ഇപ്പുറത്തിട്ടോ. ഹരിച്ചേട്ടൻ ടോട്ടലി ഫോക്കസ്ഡ് ആയിട്ട് ഇന്ന് ചെയ്തോണ്ടിരിക്കുക അതില്. അതാണ്. നോയിക്കോണം കേട്ടോ, കറക്റ്റ് ആണോ 7 ആണോ 8 ആണോ വരുന്നതെന്നൊക്കെ നോയിക്കോണം. അതിനാണ് നിർത്തിയേക്കുന്നത്. പറയണം, അപ്പം തന്നെ മൈക്ക് പറയണത് 8 ആയി പോയി, പറ്റത്തില്ല എന്ന് പറയണം. കണ്ടോ, എണ്ണിക്കൊണ്ട് നിൽക്കുക പിള്ളേര്. ഒന്നും നടക്കില്ല, ഒന്നും നടക്കില്ല പിള്ളേര്. ഓക്കെ, ഒരെണ്ണം ആയിട്ടുണ്ട്. ഫസ്റ്റ് കളർ ഇസ് ഡൺ. വയലറ്റ് എടുത്തു കേട്ടോ, ഏതെങ്കിലും ഒന്നിലിട്ടിട്ട് ആ വയലറ്റ്.
ഓറഞ്ച് എല്ലാം അപ്പുറത്ത് നടത്തുമായിരുന്നു. ആവുന്നുണ്ടോ നോക്കണം, 7 കടയുന്നുണ്ടോ നോക്കണം. കുറച്ചുകൂടെ വലിയ ഗ്ലാസ് ആവായിരുന്നു അല്ലേ? അവിടെ ഇട്ടോ, എന്നിട്ട് ഓറഞ്ച് എല്ലാം ഇങ്ങോട്ട് ഇട്ടോ കേട്ടോ. ഏറ്റവും എളുപ്പമായ പരിപാടി അവിടെ നിന്ന് ഇങ്ങനെ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അതെ, ഗ്രൗണ്ടിന്റെ പുറത്തിരുന്ന് കളി കാണാൻ പ്രത്യേക സുഖമാണ്. ഓറഞ്ചൊക്കെ ഇങ്ങോട്ട് കേട്ടാ. യെസ്, അതിൻ്റെ അകത്ത് ഇതും കൂടി ഉണ്ട്. ഒരു ഓറഞ്ച് കൂടെ ഇങ്ങോട്ട് ഇട്ടോ ചേട്ടാ. എത്തി കഴിഞ്ഞു. ഇങ്ങനെ 4 കളേഴ്സും ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 2 ടീംസും ഗെയിം പെർഫോം ചെയ്ത് കഴിഞ്ഞു. ഇനി ടൈം എത്രയിലാണ് ഇവർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? നിങ്ങളാണോ കുറവ്, നിങ്ങളാണോ കൂടുതൽ ടൈമിൽ? എന്താ തോന്നുന്നത് മോനെ? നമ്മളായിരിക്കും കുറവ്. നിങ്ങളായിരിക്കും കുറവ്. അവർക്ക് ആത്മവിശ്വാസം ഉണ്ട്. എന്തായാലും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറല്ല. സാറിനൊരു ചിരിയുണ്ട് അതിൽ. നമ്മളായിരിക്കും. നിങ്ങൾ പറയുന്നു നിങ്ങളായിരിക്കും. ഇനി ആരാണെന്ന് പറയാം. ഓ ടീം ഈ ഒരു ഗെയിം പൂർത്തീകരിച്ചിരിക്കുന്നത് 3 മിനിറ്റും 22 സെക്കൻഡിലുമാണ്. 3 minutes and 22 സെക്കൻഡ്സിലാണ് ഈ ഒരു ഗെയിം പൂർത്തീകരിച്ചിരിക്കുന്നത്. ആൻഡ് ദ വൈറ്റ് ടീം ഈ ഗെയിം പൂർത്തീകരിച്ചിരിക്കുന്നത് 5 മിനിറ്റും 14 സെക്കൻഡിലുമാണ്. ചെറിയൊരു 1.5 മിനിറ്റ് ഇച്ചിരി ഒന്ന് കൂടിപ്പോയി. അങ്ങനെ ഓ ടീമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മെൻ വേഴ്സസ് ബോയ്സിൽ ഇത്തവണ മെൻ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും പേടിക്കണ്ട, ഈ ഓ ടീം ഏറ്റവും കൂടുതൽ അടിപതറി തീരുന്ന ഒരു റൗണ്ടിലോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അതിലാണ് സാധാരണ ഓ ടീം എല്ലാം പൊളിഞ്ഞു പോകുന്നത് നമ്മൾ കാണുന്നത്. കാരണം അത് ഞങ്ങളുടെ 3ാമത്തെ റൗണ്ടാണ്. ആൻഡ് ദ തേർഡ് റൗണ്ട് ഈസ് സ്വിച്ചിങ് ഓവർ. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. ഏറ്റവും കൂടുതലേ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഓൾഡ് ടീം, ഞങ്ങളുടെ ഓ ടീം ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലായിരിക്കുന്ന റൗണ്ട് മൊത്തം ഇതാണ്. കാരണം അവരോട് ചേച്ചി ചോദിക്കാൻ പോകുന്നതെല്ലാം നിങ്ങളുടെ ഇന്നത്തെ കാലത്തെ ചോദ്യങ്ങളായിരിക്കും. പക്ഷെ നിങ്ങളോട് ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന കാര്യങ്ങളും ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഇനി എവിടെയെങ്കിലുമൊക്കെ വായിച്ചതോ പഠിച്ചതോ, നിനക്കെന്താ തോന്നുന്നത്? ഇവരുടെ കാലഘട്ടമാണോ നല്ലത്, നിന്റെ കാലഘട്ടമാണോ നല്ലത്? നമ്മളെ കാലഘട്ടം എന്താ തോന്നുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ആ കാലഘട്ടമാണോ, അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്നായിരുന്നെങ്കിൽ അയ്യോ എനിക്കിത് മിസ്സായി പോയല്ലോ എന്ന് തോന്നുന്ന ഒരു കാര്യം? ഒരിക്കലുമില്ല. കാരണം എന്നാ അറിയോ, നമ്മുടെ ആ സമയം മുതൽ നമ്മൾ ഈ ചേഞ്ച് ഓവർ കണ്ടുകൊണ്ടിരിക്കുക. ഈ കറക്കുന്ന ഫോണ്, ട്രങ്ക് കോള്, ഇതെല്ലാം കഴിഞ്ഞ് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളിപ്പം ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തി. ടച്ച് ഫോൺ വരെ ടച്ച് ഫോൺ വരെ എത്തി. അപ്പം കമ്മ്യൂണിക്കേഷനും ടെലികമ്മ്യൂണിക്കേഷനും ബാക്കി കാര്യങ്ങളും ടെക്നോളജിയും ഇത്രയും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തതെല്ലാം ഞങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഈ ഒരു എനിക്കൊന്ന് ഈ യങ്ങർ ജനറേഷന് അത് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഏറ്റവും ലക്കി എന്ന് പറയുന്നത് ഞങ്ങളുടെ ജനറേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതെ, നമ്മുടെ സുവർണ്ണ കാലഘട്ടം എന്ന് പറയാം. പഴയതും പുതിയതും അനുഭവിക്കാനുള്ള ഒരു യോഗം, ഗജകേസരി യോഗമായിരിക്കാം. അങ്ങനെ ഒരു യോഗം കിട്ടി. നിങ്ങൾ ഇതൊന്നും കണ്ടിട്ടില്ല, ജനിച്ചു വീണ തൊട്ട് തന്നെ ഫോണില. നമ്മുടെ കാലഘട്ടങ്ങളിൽ TV പോലും ഇല്ല. TV ഒക്കെ വളരെ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ കളിക്കാം, പറമ്പുകളുണ്ടായിരുന്നു, മൈതാനങ്ങളുണ്ടായിരുന്നു. ഇന്ന് അത് നിങ്ങൾക്കില്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ബിൽഡിങ്ങുകളല്ലോ സാറേ, എന്തെങ്കിലും കൊണ്ടല്ലോ എന്നൊക്കെ ഞങ്ങൾക്ക് എവിടെയും നമുക്ക് ഒരുപാട് പറമ്പുകളുണ്ട്, സിറ്റിയിലാണെങ്കിലും ഉണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ സാറ് പറഞ്ഞു, ഇവർ പറയുന്നു ഇവരുടെ കാലഘട്ടമാണ് നല്ലത്, നിങ്ങൾ പറയുന്നു നിങ്ങളുടെയാണ് നല്ലതെന്ന് പറയുന്നു. പക്ഷെ 3 പേര് സുന്ദരന്മാരാണ്. എനിക്ക് തോന്നുന്നു ഇവരൊക്കെ കോളേജിൽ പഠിക്കുന്ന കാലത്ത് അസാധ്യ സുന്ദരന്മാരായിരിക്കും അല്ലേ? ഒരുപാട് പെമ്പിള്ളേരെയൊക്കെ, അയ്യോ സാറിനാണെങ്കിൽ ചിരി വന്നിട്ടും മേല. അല്ല, സാറിനെയൊക്കെ കാണാൻ പണ്ടത്തെ രാഘവൻ്റെയൊക്കെ, നടൻ രാഘവൻ്റെയൊക്കെ ഒരു ചായയുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സാർ? പെമ്പിള്ളേർ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് കോളേജിൽ? പലരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പെൺകുട്ടികളോട് സംസാരിക്കാൻ ഭയമായിരുന്നു അന്ന് പെൺകുട്ടികളോട് സംസാരിക്കാനായിട്ട്. അടുത്ത വീട്ടിലുള്ളവരാണെങ്കിൽ റോഡിൽ വെച്ച് കണ്ടാൽ സംസാരിക്കില്ല, ചിരിക്കു പോലും ഇല്ല, ചിരിക്കത്ത് പോലും ഇല്ല. അത്ര ഭയമായിരുന്നു, മനസ്സിലായ? വായി നോക്കും, ഞങ്ങള്, പക്ഷെ ചിരിക്കത്തൊന്നുമില്ല. വെറുതെ നിന്ന് സ്കാൻ ചെയ്തങ്ങ് കൊല്ലും, അതേ ഉള്ളൂ. അങ്ങനെയായിരുന്നു ഒരു കാലഘട്ടം. അത് കഴിഞ്ഞാണ് മാറിയത്. കുറച്ച് പ്രീ ഡിഗ്രി സ്റ്റേജൊക്കെ എത്തിയപ്പോഴത്തേക്കും
ഒരുപാട് മാറ്റങ്ങളുണ്ട്. മാറ്റങ്ങൾ വന്നു. പക്ഷെ ഇന്നിപ്പം ഡേറ്റിംഗ് ആപ്പുകൾ വരെ ഇന്ന് വരെ ഡേറ്റിംഗ് ആപ്പുകൾ വരെ ഉണ്ട്. ഇവർക്ക് വേണമെങ്കിൽ ഡേറ്റ് ചെയ്യാൻ തോന്നുന്നു. ഒരു കുട്ടീനെ കാണുന്നു, ചായ കുടിക്കാൻ പോകുന്നെങ്കിൽ ഡേറ്റിംഗ് ആപ്പിൽ കൊടുത്താൽ മതി, അപ്പം തന്നെ കിട്ടും. അതെന്താ തോന്നുന്നത്, നല്ലതാണോ ചീത്തയാണോ? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം നമ്മുടെ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഞങ്ങളുടെ ഒരു ചേട്ടൻ എന്നെക്കാളും കുറച്ചുകൂടി സീനിയറാണ്. ഞങ്ങളുടെ സമയത്ത് പോലും അങ്ങനെ ഈ ഒരു ഹെൽത്തി റിലേഷനായിട്ട് ഇപ്പം ഒരു പെൺകുട്ടിയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ പോലും അതൊരു വലിയ അതിനെ കഥകൾ വേറെ വരും. പക്ഷേ ഇപ്പോഴത്തെ ആ ജനറേഷൻ ഇപ്പം എൻ്റെ മക്കളുടെ ആയാലും അവരുടെ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സോ ഗേൾ ഫ്രണ്ട്സോ ക്ലാസ്സിൽ പഠിക്കുന്നത്, അപ്പോൾ ബോയ് ഫ്രണ്ടോ ഗേൾ ഫ്രണ്ടോ എന്ന് പറയുന്ന പോലും ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെയാണ് അവർ പറയുന്നത്, നോട്ട് വാട്ട് വി വെൻ ത്രൂ. ആ ഒരു ഓപ്പൺനെസ്സും ആ ഒരു ഇത് ഈ ജനറേഷനിൽ ഒരു വലിയൊരു കാര്യമാണ്. കാരണം അതിൽ 1-2 ചെറിയ കുഴപ്പക്കാരുണ്ടാവും, അതിപ്പോൾ ഏത് ജനറേഷനിലും ഉണ്ട്. പക്ഷേ വളരെ ഹെൽത്തി റിലേഷനാണ് ദി ട്രൈ ടു മെയിൻറ്റെയിൻ. അത് നമ്മുടെ സമയത്ത് ഇല്ലാത്ത ഒരു നല്ലൊരു ബെസ്റ്റ് തിങ് ആണ്. വോട്ട് ഐ ആണ് കുറച്ചുകൂടെ ഓപ്പൺ ആയി എന്നാണ് പറയുന്നത്. ചേട്ടൻ പറയുന്നു, ദർശനേ പുണ്യം സ്പർശനേ പാപം, വായി നോക്കി മാത്രം കൊല്ലാനേ ഞങ്ങൾക്ക് അന്ന് പറ്റിയിരുന്നുള്ളൂ, വേറെ ഒന്നും രീതിയിൽ ആഗ്രഹിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇനി പെൺകുട്ടികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണ്? നിന്റെ ക്ലാസ്സിൽ പെൺകുട്ടികളുണ്ടോ? എന്താണ് അവരിൽ നിനക്ക് ഒരു രീതിയിൽ സഹിക്ക വയ്യാന്ന് തോന്നിയ ഒരു കാര്യം എന്താണ്? ജാട. പെൺപിള്ളാരുടെ ജാട അവന് അത് പണ്ടും ഉണ്ടായിരുന്നു മോനെ, ഇപ്പോഴും ഇല്ല. ജാടക്കൊരു കുറവില്ല. അതുകൊണ്ട് അത് ഇനി എത്ര വർഷം വന്നാലും ജാട അവർ ആദ്യം കാണിക്കും. ഇപ്പൊ നമ്മളിപ്പോ ആണുങ്ങളായോണ്ട് പറയാം, പയ്യന്മാരായോണ്ട് പറയാം. എന്നാലും ഹരിച്ചേട്ടാ, ഈ പെൺപിള്ളേരെ വീഴ്ത്താനായിട്ടുള്ള ഒരു ടെക്നിക്ക് പറഞ്ഞു കൊടുത്തേ. മുഖത്ത് നോക്കി പുഞ്ചിരിക്കുക, യു ആർ ബ്യൂട്ടിഫുൾ എന്ന് പറയുക. നേരെ ചെന്ന് അവളെ അച്ഛൻ്റെ അമ്മയടുത്തും പറഞ്ഞു കൊടുക്കും, പിറ്റേ ദിവസം നമ്മളെ സ്കൂളിൽ ആളും. മോനെ ഇതെല്ലാം ത്യാഗം ചെയ്താലേ ആ ലെവലിൽ എത്താൻ പറ്റുള്ളൂ. അച്ഛൻ്റെ അടുത്ത് ആദ്യം പറയും, അമ്മയുടെ അടുത്ത് ആദ്യം പറയും, പിന്നെ ഇത് സ്ഥിരമാകുമ്പോൾ അവരും ഉണ്ടായിരിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി പറഞ്ഞോളൂ. ഓക്കെ മോനെ, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാണ്. വൈറ്റ് ടീമിന്റെ അടുത്താണ് ചോദ്യം. ഹൂ വാസ് ദ ലീഡ് ആക്ടർ ഇൻ അടൂർ ഗോപാലകൃഷ്ണൻസ് ഫിലിം മതിലുകൾ? അടൂർ ഗോപാലകൃഷ്ണൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആരാണത്? സംവിധായകൻ. വെരി ഗുഡ്. അപ്പൊ അദ്ദേഹം സംവിധാനം ചെയ്ത മതിലുകൾ എന്ന ചിത്രത്തിലെ നായകൻ ആരായിരിക്കും? നിങ്ങൾക്കൊക്കെ അറിയുന്ന, ഇപ്പോഴും വളരെ സജീവമായിട്ട് മലയാളത്തിൽ നിൽക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ ഒക്കെയാണ് കമലഹാസൻ. ഒരു ചാൻസ് കൂടെ വേണമെങ്കിൽ തരാം. കമലഹാസൻ തെറ്റുത്തരാണ്. വെറുതെ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത്. ഒരു മലയാളിയാണ്, നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണ്. മമ്മൂട്ടിയാണ് ശരി ഉത്തരം. മമ്മൂട്ടി ആയിരുന്നു. ചുമ്മാ പറഞ്ഞാണ് ഗസ് അടിച്ചതെന്നറിയാം, പക്ഷെ കമലഹാസൻ എന്നാണ് പറഞ്ഞത് ആദ്യം. തെറ്റുത്തരാണ്. ഓക്കെ, അത് കുഴപ്പമില്ല. അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ദിൽ മാംഗെ മോർ എന്ന് പ്രശസ്തമായി പ്രചരിപ്പിച്ച പാനീയം, ആ ഡ്രിങ്ക് ഏതാണ്? പെപ്സി. കറക്റ്റ് ആൻസർ. അടിപൊളി. ഇപ്പോൾ പത്മരാജൻ സാറിൻ്റെ ഉദകപ്പോല എന്ന് പറയുന്ന നോവൽ സിനിമയായപ്പോൾ ആ സിനിമയുടെ പേരെന്തായിരുന്നു? ലാലേട്ടൻ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ്. എക്കാലത്തെയും മലയാളത്തിലെ ഏറ്റവും എണ്ണപ്പെട്ട സിനിമകളിൽ ഒന്നാണ്. ആറാട്ട്. തെറ്റുത്തരമാണ്. ഓക്കെ, അടുത്ത നാലാമത്തെ ചോദ്യം. 1983 ഡിസംബർ 14 പുറത്തിറങ്ങിയ മാരുതി വാഹനത്തിന്റെ പേരെന്താണ്? മാരുതിയുടെ വാഹനം. മാരുതി വാഹനം അറിയോ? കാറ് കണ്ടിട്ടുണ്ടോ? 1983 മാരുതി ഒരു വണ്ടി പുറത്തിറക്കി. ഇപ്പൊ നമ്മൾ പറയാറില്ലേ, ഇപ്പം ഫീഗോ, ഫോർഡ് ഫീഗോ, മാരുതി സുസുക്കി അല്ല, മാരുതി ഒരു അക്കമാണ്, അതൊരു നമ്പറാണ്. 800. കറക്റ്റ്, മാരുതി 800. ശരി ഉത്തരം. നിനക്കറിയോ മാരുതി 800 കണ്ടിട്ടുണ്ടോ? അച്ഛൻ്റെ ഉണ്ടായിരുന്നു. അവൻ്റെ അച്ഛൻ്റെ ആ വണ്ടി ആയിരുന്നു. ഓക്കെ, ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്. വെൻ ഡിഡ് സുനാമി ഹിറ്റ് കേരള? കേരളത്തിൽ സുനാമി ഉണ്ടായത് എന്നാണ്? 2004. ശരി ഉത്തരം. അടിപൊളി. സുനാമിയുടെ സമയത്ത് നിങ്ങൾ ഇല്ലല്ലോ. എപ്പോഴാ നീ ജനിച്ചേ? ഞാൻ 2012. 2012 ജനിച്ചിരിക്കുന്നത് സാറേ. ഇതെങ്ങനെ സുനാമിയെ പറ്റി അറിഞ്ഞു? അപ്പം എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന് കാറുണ്ട്, അച്ഛൻ സുനാമിനെ പറ്റിയൊക്കെ കൃത്യമായിട്ട് മോന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിലെ ചോദ്യങ്ങളാണ്.
ASMR എന്ന അക്ഷരങ്ങൾ എന്തിനെ സൂചിപ്പിക്കുന്നു? ASMR. What does the letters ASMR stand for? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ASMR എന്ന് വല്ലതും കണ്ടിട്ട്? ഫുൾ ഫോം കാണുന്നത് ഇത് കണ്ടിട്ടുണ്ടാവും, ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ടാവും. ഇല്ല. അറിയില്ല, അവർക്ക് അറിയില്ല അത്. എന്തെങ്കിലും കണ്ടിട്ടുണ്ട്? എയറോസ്പേസ് അല്ലല്ല. ASMR അതിൻ്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത് ഓട്ടോണോമസ് സെൻസറി മെറീഡിയൻ റെസ്പോൺസ് എന്നാണ്. അടിപൊളി. എന്തായാലും അറിയില്ല. അപ്പോൾ അടുത്തയിലോട്ട് പോവാണ്. ഇത് കിട്ടണം. Which social media app is known for its Reels features? ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം. ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. പൊളിശരത്തെ ട്രാക്ക് മാറ്റ് എന്ന ഡയലോഗ് ഏത് സിനിമയിലേതാണ്? പൊളിശരത്തെ ട്രാക്ക് മാറ്റ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര ഹിറ്റ് ഒരു സിനിമയായിരുന്നു. സിനിമ ന്യൂജൻ സിനിമകളിലൊന്നായിരുന്നു. കാരണം നല്ലൊരു ട്രീറ്റ്മെൻറ്റിന് പേര് കേട്ട സിനിമയാണ്. ഷെയ്ൻ നിഗമാണ് ഇത് പറഞ്ഞേക്കുന്നത്. ആ സിനിമയിലെ ഒരു ഹിറ്റ് ഡയലോഗാണ്. ഷെയ്ൻ നിഗം പറഞ്ഞേക്കുന്ന ഡയലോഗാണ് ആ സിനിമയിൽ. നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? അത് നമ്മുടെ ഫഹദ് ഫാസിലുണ്ട്. കറക്റ്റ് ആണ്. ഫഹദ് ഫാസിൽ തകർത്ത് അഭിനയിച്ച പടമാണ്. ഫഹദ് ഫാസിൽ വാസ് എ കൈൻഡ് ഓഫ് വില്ലനി ഇൻ ആക്ട്. കറക്റ്റ്, എല്ലാം കറക്റ്റ് ആണ്. സാറ് പറഞ്ഞ ബ്ലൂ കളർ എഫക്റ്റ്. സ്ഥലത്തിന്റെ പേര് മാത്രം വരുന്നില്ല. ആ സ്ഥലത്തിന്റെ പേരിലാണ് അത് തുടങ്ങുന്നത്. ഇല്ല ഇല്ല, ഇനി പറയാൻ പറ്റില്ല, പറഞ്ഞിട്ടില്ല. പാസ് പറഞ്ഞാലേ ഞങ്ങൾ ചോദിക്കുള്ളൂ. പൊളിശരത്തെ ട്രാക്ക് മാറ്റ്. ഷെയ്ൻ നിഗം ഉണ്ട്, ഫഹദ് ഫാസിൽ ഉണ്ട്. ഫഹദ് ഫാസിലാണ് അത്. ആ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകതയിലാണ് സിനിമ എടുത്തിരിക്കുന്നത്. ആണ്, കറക്റ്റ്, വെരി കറക്റ്റ്. ഇലുമിനസെന്റ് ഒരു ഇത് വരും അവിടെ. എല്ലാം കറക്റ്റ്. ആ പേര് മാത്രം അറിയില്ല മക്കളെ. കുമ്പളങ്ങി നൈറ്റ്സ്. കുമ്പളങ്ങി നൈറ്റ്സ് എന്നാണ് സൈക്കോ ഷമ്മി ആയിട്ട് ഫഹദ് ഫാസിൽ അഭിനയിച്ച സിനിമയായിരുന്നു. എല്ലാം അറിയാം, പക്ഷെ ആ പേര് മാത്രം കിട്ടിയില്ല. കുമ്പളങ്ങി കിട്ടിയില്ല. അതാണ്. അപ്പൊ അതുകൊണ്ടാണ്. കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ട നടൻ ആരാണ്? ഫഹദ് ഫാസിൽ. അതുകൊണ്ട് ഇവൻ നിനക്കോ ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ഇപ്പോഴത്തേല്? മോഹൻലാൽ ആണ്. ഇനി മോനെ നിനക്ക് ഭംഗി എന്ന് തോന്നി ഇന്നത്തെ തലമുറയിൽ ഒരു നായികയുടെ പേര്? മഞ്ജു വാര്യർ. മഞ്ജു ചേച്ചി കൊള്ളാൻ തോന്നുന്നു. നല്ല ചോയ്സ് ആണ് അവന്. ഓക്കെ, അടിപൊളി. ഇനി അടുത്ത നാലാമത്തെ ചോദ്യത്തിലേക്ക് ഒരു ആക്ടറിന്റെ സൗണ്ട് ഞങ്ങൾ പ്ലേ ചെയ്യാൻ പോവാണ്. ആ നടൻ ആരാണെന്ന് പറയണം. ചേച്ചി, സ്കൂള് മുതലുള്ള ശീലമാണ്. അതിപ്പോ എത്ര വലിയവനാണെങ്കിലും അവൻ എന്തൊക്കെ ഉണ്ടെങ്കിലും ശരി, എന്നെ ഒരു 100 തവണ ഇടിച്ചാലും ഒരു ഇടിയെങ്കിലും ഞാൻ തിരിച്ചിടിക്കും. അതിനു പറ്റില്ലെങ്കിൽ സ്റ്റാലിൻ ജോൺ സദാശിവ മുതലാളിയുടെ തിയേറ്ററിൽ ടിക്കറ്റ് കയറാൻ പോയി നിൽക്കും. ഇതൊരു ഡയലോഗായിരുന്നു. ആ നടനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ആ നടൻ? ആസിഫ് അലി. ആസിഫ് അലി ഒരു ഡൗട്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇത് പറയട്ടെ. പൃഥ്വിരാജ്. ഇവിടെ പൃഥ്വിരാജ്, ഇത് ആസിഫ് അലി. ഇത് ആസിഫ് അലി ആണോ പൃഥ്വിരാജ് ആണോ എന്ന് ചോദിച്ചാൽ ആസിഫ് അലി. ശരി ഉത്തരം. പൃഥ്വി അല്ല, ആസിഫ് ആയിരുന്നു. ഓക്കെ, അപ്പൊ വിട്ടേക്ക്. ഓക്കെ, അപ്പോ അഞ്ചാമത്തെ ചോദ്യമാണ്. ഹൂ ഡിറക്റ്റഡ് ദ മലയാളം മൂവി പണി? പണി എന്ന മലയാള സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഹിറ്റ് മൂവി അല്ലേ, മറക്കാൻ പറ്റുമോ? ജോജോ ജോർജ്. ശരി ഉത്തരം. പണി എന്ന സിനിമ ആരെങ്കിലും കണ്ടോ? കണ്ടില്ല. സാറേ വല്ലതും കണ്ടായിരുന്നോ? പണി കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? വെരി ഗുഡ് മൂവി. അപ്പൊ ജോജു ജോർജ് അങ്ങനെ ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സോ മൂന്നാമത്തെ റൗണ്ടിൽ 6 പോയിന്റ് ആണ് ഇരു ടീമും സ്വന്തമാക്കിയിരിക്കുന്നത്. സോ 3 റൗണ്ട്സ് കഴിയുമ്പോൾ ഞങ്ങളുടെ വൈറ്റ് ടീം സ്വന്തമാക്കിയിരിക്കുന്നു 11 പോയിന്റ്സ്, 11 പോയിന്റ്. ഇനി ഓ ടീം സ്വന്തമാക്കിയിരിക്കുന്നു 23 പോയിന്റ്സ്. ഈ പറഞ്ഞാൽ ഒരു തലമുറയുടെ അന്തരമുണ്ട് പോയിന്റ്സിൽ പോലും. മെൻ വേഴ്സസ് ബോയ്സ് ആയിരുന്നു ഞങ്ങളുടെ എതിരിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഫുൾ ആണുങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു ഞങ്ങളിന്ന്. മെന്നിൻ്റെ ടീമാണ് വിജയിച്ചിരിക്കുന്നത്. ഇനി ഞങ്ങൾ ഗിഫ്റ്റ്സ് കൂടി നൽകാൻ പോവാണ്. ഞങ്ങൾ ഒട്ടും തന്നെ കുഞ്ഞുങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. അവർക്കുള്ള പ്രൈസസ് നമുക്ക് ആദ്യം കൊടുക്കാം.
വൈറ്റ് ടീമാണ് എത്താൻ പോകുന്നത്. ചിച്ചി നൽകുന്ന ഞങ്ങളുടെ ഗിഫ്റ്റ് കൂപ്പണാണ്, ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ്. ചിച്ചി ഫാഷൻ സ്റ്റോർ ആണ്. നീ നിന്റെ ഗേൾ ഫ്രണ്ടിനൊക്കെ കൊടുക്കണം. ഓക്കെ, ശരി, താങ്ക് യു, കൺഗ്രാറ്റ്സ്. ഇനി ഇവരെ വിഷമിപ്പിക്കുന്നില്ല, ഞങ്ങളൊരു ക്യാഷ് പ്രൈസ് കൂടി ഇവർക്ക് നൽകാൻ പോവാണ്. കൂടാതെ മെമെന്റോസ് കൂടിയുണ്ട്. കൺഗ്രാറ്റ്സ്, കൺഗ്രാറ്റ്സ്, കൺഗ്രാറ്റുലേഷൻസ്. നല്ലൊരു കൈ എടുക്കാം. അപ്പോൾ ഇനി ഞങ്ങളുടെ വിന്നേഴ്സിനാണ് ഞങ്ങൾ ഗിഫ്റ്റ് നൽകാൻ പോകുന്നത്. വിന്നേഴ്സ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഓ ടീം. ഇവർക്ക് മൂന്നാർ ടീ പോട്ടും ചിച്ചി ഫാഷൻ സ്റ്റോറും നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഉണ്ട്. മൂന്നാർ ടീ പോട്ട് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്, ചിച്ചി ഫാഷൻ സ്റ്റോർ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ്. കൂടാതെ ക്യാഷ് പ്രൈസ് ഉണ്ട്. 3000 rupees cash prize and memento. ജസ്റ്റ് ഞങ്ങളുടെ സ്നേഹം മാത്രം സാറേ. ഓക്കെ, അപ്പം ദേ കണ്ടില്ലേ, ജീവിതത്തിൽ അനുഭവങ്ങൾക്കൊരു വലിയ പങ്കുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ ഓ ടീമാണ് വിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല എന്ന് അവർ കാണിച്ചത്. എന്ത് എനർജിയിലാണ് അവരിന്ന് നമ്മുടെ കുട്ടികളുമായിട്ട് പിടിച്ചു നിന്നത്. ഗെയിം റൗണ്ടിൽ പോലും അവർ വിട്ടുകൊടുത്തില്ല. ഞാൻ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇന്ന് ചിരിച്ച് എൻജോയ് ചെയ്താണ് ഞങ്ങളുടെ ഈ ഒരു എപ്പിസോഡ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ഒരു ഷെയറിംഗ് നടക്കുന്ന ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് കാഴ്ചകളുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തും. സോ ടിൽ ദ നെക്സ്റ്റ് ടൈം, Age is just a number. Age is just a number, and this is RG Media 360 presenting YXO Kerala. അപ്കമിംഗ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ടാലൻസ് ഷോക്കേസ് ചെയ്യാനായിട്ട് ഈ ഒരു വേദി ഞങ്ങൾ വിട്ടു നൽകാറുണ്ട്. ഇവിടെ ഇതാ മലയാള സിനിമയിൽ ഇനി ഭാവി വാഗ്ദാനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എത്താൻ പോകുന്നത്. വിത്ത് സിൻലേറ്റിംഗ് ഡാൻസ് പെർഫോമൻസുമായിട്ട് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഷിഗ സന്തോഷ്. Gentlemen, players and hustlers. 5, 4, 3, 2, 1. Happy New Year!
കണ്ടില്ലേ ന്യൂ ഇയറിൻ്റെ ഒരു ഭയങ്കരമായ ഒരു ഓറ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ടോട്ടലി എൻ്റർടൈനിങ്, ടോട്ടലി സെലിബ്രേഷൻസ്. അപ്പോൾ എന്തായാലും ഇതുപോലെ തന്നെ ഏവർക്കും ഇനി വരുന്ന വർഷത്തിലും ഒരുപാട് നല്ല അറിവുകൾ നേടാൻ പറ്റട്ടെ, നല്ല നല്ല ജീവിത അനുഭവങ്ങളും മൊമെന്റ്സും നിങ്ങൾക്കുണ്ടാകട്ടെ എന്നൊരു ശുഭ പ്രതീക്ഷയിൽ ശുഭമായിട്ടുള്ളൊരു വിഷിൽ വി ആർ വൈൻഡിങ് അപ്പ് ടുഡേസ് എപ്പിസോഡ്. Until the next time we meet, this is RG Media 360 presenting YXO Kerala, winding up. Gift sponsored by Chichi, The Gourmet House,